നിങ്ങൾക്ക് കേൾക്കണോ ഇത് വല്ലാത്ത ബറക്കത്തുള്ള മജ്‌ലിസാണ്, ഫദ്ലിന്റെ കൂമാരമാണ്. എന്ത് ചോദിച്ചാലും ഉത്തരമാണ്. ഒരു ഉമ്മയും ഒരു കുടുംബവും കാണാൻ വന്നിരുന്നു. 7 മാസങ്ങൾക്ക് മുമ്പ് മേലെ കൊടക്കാടിന്റെ മുറ്റത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ വല്ലാത്ത വിഷമത്തിലാണ്, ആളുകളാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ ചോദിച്ചു, എന്താണ് ഉമ്മ? എന്നോട് പറഞ്ഞു, തങ്ങളെ എന്റെ മകളും ഞാനും വല്ലാത്ത വിഷമത്തിലാണ്. എന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി, അവൾക്ക് മക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്, 5 വർഷമായി അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയേക്കാണ്. അവളെ ഭർത്താവിന്റെ വിവരമില്ല, അവളെ ഭർത്താവ് എവിടെയാണെന്നറിയുന്നില്ല, മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല എന്നു കരഞ്ഞു ദ്വാരിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്, വിധിയാകണില്ല. 5 വർഷമായി കേസ് നടക്കുന്നു. പോരാ, മസ്ലഹത്ത് പറഞ്ഞു മഹല്ല് കമ്മിറ്റി. സുബ്ഹാനല്ലാഹ്, മഹല്ല് കമ്മിറ്റി മസ്ലഹത്ത് പറഞ്ഞു. അവന് പറഞ്ഞതെന്താ? ആകാശം ഇടിഞ്ഞു വീണാലും ഇനി അവളെ ഞാൻ സ്വീകരിക്കില്ല, അവളെനിക്കിനി വേണ്ട. തങ്ങളെ വല്ലാത്ത വിഷമത്തിലാണ്, ഇതിനൊരു പരിഹാരമുണ്ടാകുമോ? അവരോട് ഞാൻ പറഞ്ഞു, താത്ത ഉമ്മ നിങ്ങൾ 2 നേരം മജ്‌ലിസ് കാണോ? ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ മജ്‌ലിസ് കാണോ? ഞാൻ പറഞ്ഞോട്, കണ്ണാറ് ബാത്തിലാക്കുമോ? അൽ ഗൈനു ഹഖ്, കണ്ണാറ് സത്യമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. കണ്ണാറ് ബാത്തിലാക്കും. ഞാൻ പറഞ്ഞു, മുടങ്ങാതെ മജ്‌ലിസ് കാണും, എന്നോട് കാണാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കണ്ണാറ് ബാത്തിലാക്കി പോയി. വീട്ടിലെ മജ്‌ലിസ് ഇങ്ങോട്ട് വെച്ച് കാണാൻ തുടങ്ങി. അതാ ഭർത്താവിന്റെ മനസ്സ് മാറുന്നു. അല്ലാഹു റഹ്മത്തിന്റെ മലക്കുകൾ ഇറക്കി കൊടുത്തു. കഴിഞ്ഞ ആഴ്ച ഉമ്മ വന്നിട്ട് പറഞ്ഞത് കേൾക്കണോ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. ഒരു ഉമ്മ വന്നിട്ടുണ്ട്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറ. ഉമ്മ കൊടക്കാട് വന്നിരുന്നോ? ഉമ്മക്ക് വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്തേനു? മകളെ ആരും നോക്കണില്ല, മാപ്പിള നോക്കില്ല. എത്ര കൊല്ലായി? 5 വർഷമായി. നിങ്ങൾ കേസും കൊടുത്തു, എന്നിട്ടൊന്നും എന്തായാലും തീരുമാനം ആകുന്നില്ല. അങ്ങനെയാണ് സ്വലാത്തിനെ കുറിച്ചിട്ട് അറിയില്ല. അത് കൊടക്കാട് വന്നു. തന്നപ്പോ എന്തായിരുന്നു? ശരിയാവുന്ന പറഞ്ഞു അല്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചത്? വിളി തുടങ്ങി, ചിലര് കൊടുക്കാൻ തുടങ്ങി, ഇനി കൂട്ടിക്കൊണ്ടാകാൻ നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്, കണ്ടതില് ഒരു അത്ഭുതമാണിത്. 5 വർഷമായിട്ട് ഭർത്താവ് ഭാര്യ കേസില്ല. ഓൻ പറഞ്ഞു, ഞാൻ ഓളിട്ട് മുന്നോട്ട് പോകില്ല, ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ എന്താക്കി 5 കൊല്ലമായിട്ട് ഒന്നും ഒരു ഇതുണ്ടായിരുന്നു. ഇവിടെ വന്നു, അൽഹംദുലില്ലാഹ്, സ്വലാത്തുൽ ഫാത്തിഹ ബർക്കത്തുകൊണ്ട് ആ ഭർത്താവിന്റെ മനസ്സ് മാറി വിളിക്കാൻ തുടങ്ങി, ചിലവിന് കൊടുക്കാൻ തുടങ്ങി. കൂട്ടിക്കൊണ്ടുവരണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ നന്നിട്ട് എന്ത് ചെയ്യട്ടെ? നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ഭാഗ്യം സ്വലാത്തിന്റെ പോരാട്ടം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഉടനെ കഴുത്തിന്റെ തറുക്കുവാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് വാപ്പാ. വിധിയിൽ വിറയ്ക്കാത്ത ഇബ്രാഹീമേ, മദീനി വിജയിച്ചു പ്രിയ റസൂല്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തല്ല ചൊല്ലുന്നത്. 5 കൊല്ലമായിട്ട് ഭർത്താവിന്റെ വിവരമില്ല. 5 കൊല്ലമായിട്ട് ഭർത്താവിന്റെ വിവരമില്ല. സുബ്ഹാനല്ലാഹ്, 5 കൊല്ലമായിട്ട് വിവരമില്ല. അങ്ങനെ ാണ് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയത്. അൽ ഗൈനു ഹഖ്, കണ്ണാറ് സത്യമാണ്. ഇന്നൽ ഗൈന ലതുദ്ഖിലു റജുലൽ ഖബറ, കണ്ണാറ് മനുഷ്യനെ നശിപ്പിച്ചു കളയോ.
സുബ്ഹാനല്ലാഹ് 5 വർഷത്തിന് ശേഷം പുതിയാപ്പള വന്നു. മക്കളെ നോക്കാൻ തുടങ്ങി, ചെലവിന് കൊടുക്കാൻ തുടങ്ങി. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ആ ഭാര്യക്കും ഭർത്താവിനും സന്തോഷത്തോടെ ജീവിക്കാൻ ഭാഗ്യം നൽകണമല്ലോ. അതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ആ കുടുംബത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതാൻ പോവാണ്.